കർണാടകയിൽ ആർഎസ്എസ് നിരോധനത്തിലേക്ക് പോകുകയാണ്. പൊതു ഇടങ്ങളിൽ ശാഖ നടത്താൻ പാടില്ല. സ്കൂൾ മൈതാനങ്ങളിൽ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ. എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? മുൻകാലങ്ങളിൽ ആർഎസ്എസിനെ നിരോധിച്ചിട്ടു കോൺഗ്രസ്. അന്നൊന്നും ആർഎസ്എസിനെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ടോ? ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ സുഖിപ്പിക്കാൻ എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഹിജാബിൻ്റെ കാര്യത്തിലും അവരുടെ നിലപാടതായിരുന്നു. രാജ്യത്തെ ഛിന്നഭിന്നമാക്കുക, വർഗീയമായിട്ടുള്ള നിലപാടുകളാണെന്നേ അവരെടുക്കുന്നത്. ആരെയും നന്നാക്കാനോ സൂചിപ്പിക്കാനോ അല്ല, നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവരുടെ ഉദ്ധാരണമല്ല ലക്ഷ്യം, അവരുടെ മുന്നോക്കത്തിലേക്ക് കൊണ്ടുവരലല്ല ലക്ഷ്യം. അവരെ പിന്നാക്കമായിട്ട് തന്നെ അവിടെ അടച്ചു കൂട്ടിയിട്ട് അവരുടെ അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരങ്ങളിൽ അവരെ തള്ളി ഇടുക, എന്നിട്ട് ആ കെയർ ഓഫിൽ വോട്ട് വാങ്ങിച്ചുകൊണ്ട് ജയിക്കുക, BJPയെ തോൽപ്പിക്കുക. ഈ നയം പിന്തുടരുന്നതുകൊണ്ടാണ് കോൺഗ്രസ് അശുവായി ദിനംതോറും തീരുന്നത്. പോഷകാഹാരക്കുറവ് ബാധിച്ച കുട്ടിയെ പോലെയായി തീരുന്നത്. നെഹ്റു കുടുംബത്തിന് മാത്രം ഇഷ്ടം പോലെ പോഷകങ്ങൾ കൊണ്ട് വിദേശ രാജ്യ സഞ്ചാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അവർ സുഖമായിട്ട് കഴിയുന്നു. കുറേ അണികൾ ഇതിലുണ്ട്. ചേരെ എന്താ പറയുന്നത്, അടുക്കളക്കാർ. AICC പ്രസിഡന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഒരു അടുക്കളക്കാരൻ, കുശിനിക്കാരനായിട്ട് മാറിയിരിക്കും. സുഖിപ്പിക്കുക, കോൺഗ്രസ് നെഹ്റു കുടുംബത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ മാത്രം അങ്ങ് സുഖിപ്പിക്കുക. ഇതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നോക്കൂ, എന്തൊരു ദാസ്യ മനോഭാവമാണ്. ഒരു കാണിക്കേണ്ട ഒരു നട്ടല് ഇദ്ദേഹം കാണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്വന്തം വീട്ടിൽ മക്കൾക്കും എല്ലാം പേരിട്ടിരിക്കുന്നത് നോക്കുന്നു. നെഹ്റു കുടുംബത്തിനെ അനുകരിച്ചുകൊണ്ട് പേരിട്ടിരിക്കുക. ഈ മഹാത്മാഗാന്ധിയുടെയോ മോഹൻദാസിൻ്റെയോ ഒക്കെ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഗാന്ധിജിയെ പോലും വ്യാജമാക്കിക്കൊണ്ട് അതിന് ആ വ്യാജ പേര് തങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കള്ളത്തരം കാണിച്ചു. അതിൽ പുറം ഫ്രോഡ്. ഗാന്ധിയെ പോലും അതെ, പിന്നെ അവരുടെ വിനിമയ വസ്തു അല്ലെങ്കിൽ വിൽപ്പന വസ്തുവാക്കി മാറ്റിയ കള്ളത്തരത്തിൽ കൂടെ അവരർഹിക്കാത്ത, അവർക്ക് യാതൊരു യോഗ്യതയില്ലാത്ത ഒരു പേര്, ബന്ധുത്വം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അവരെ അർഹിക്കാത്ത ഒരു പേര് എടുത്തങ്ങ് ചാർത്തി വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നമ്പർ 1 ഫ്രോഡുകാരാണ്. നാഷണൽ ഹെറാൾഡിൻ്റെ ഫോർഡ്. പിന്നെ ഭൂവിനിയോഗ ചട്ടം ലംഘിച്ചുകൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി കോടികളുണ്ടാക്കിയത് വേറെ. എല്ലാ കള്ളന്മാരും കൂടെ ചേർന്ന ഒരു കുടുംബമാണ്. ലാലു പ്രസാദിൻ്റെ കുടുംബം പോലൊരു കുടുംബമാണ് നെഹ്റു കുടുംബം. അവരെ വെച്ച് ആരാധിച്ചുകൊണ്ടുണ്ടാക്കുക. ആരാധിക്കാൻ എന്താണിപ്പോൾ ഇവർക്ക് അവശേഷിക്കുന്നത്? കള്ളത്തരം, ഫ്രോഡ്, പിന്നെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വലിയ ഫോർജറി കുടുംബമാണെന്നുള്ളതും വ്യക്തമായിട്ടില്ലേ ഇതിനോടകം തന്നെ? പിന്നെ ധിക്കാരം, ജനാധിപത്യത്തോടുള്ള ധിക്കാരം, നമ്മുടെ ഭരണഘടനയോടുള്ള ധിക്കാരം, ഇതൊക്കെ കാണിക്കുന്നതല്ലേ? ഭരണഘടന എടുത്തു വെച്ച് തലയ്ക്കും ഇത് എന്ത് കുടയാണോ എടുത്തു വെച്ചുകൊണ്ട് നടക്കാൻ? പണ്ടൊക്കെ ആൾക്കാർ ഈ ചേമ്പിലയും ഒക്കെ എടുത്ത് മഴ നനയായിരിക്കാൻ വേണ്ടി തലയ്ക്കും ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും, വാഴയിലേയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഒരു ശിരോലങ്കാര വസ്തുവാണത്. എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുശിനിക്കാരൻ്റെ മകൻ്റെ വാക്ക് സിദ്ധരാമയ്യ കേട്ടിട്ടുണ്ട്. ഇനി RSSന് പുറത്തിറങ്ങാൻ കഴിയില്ല. അവർ പരമശത്രുക്കളാണ്. ഇത് പറഞ്ഞാൽ കേട്ടേ പറ്റൂ സിദ്ധരാമയ്യക്ക്. കാരണം അതിൻ്റെ ഒരു ബലത്തിൽ അവിടെ പിടിച്ചു നിൽക്കുന്നത്, ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ബലത്തിൽ അവർ പറയുന്ന അജണ്ട മുഴുവൻ നടപ്പാക്കുക. അപ്പോൾ അവർ പറഞ്ഞു കാണും ഇവിടെ RSSനെ നിരോധിക്കണമെന്ന്. അപ്പോൾ ചെയ്യാവുന്നതെല്ലാം അടിയൻ എന്നും പറഞ്ഞ് ചെയ്യുകയാണ് ഈ അന്തസ്സില്ലാത്ത കുറേ കോൺഗ്രസ് നേതാക്കന്മാർ ചേർന്നിട്ട്. RSS എന്ന് പറയുന്ന ഇവരുടെയൊക്കെ അപ്പൂപ്പൻ്റെ കാലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ? RSS അന്നും ഉണ്ടായിട്ടില്ലേ? മഹാത്മാഗാന്ധിയെ ആശംസിച്ചില്ലേ, പ്രശംസിച്ചില്ലേ? ജവഹർലാൽ നെഹ്റു ആ റിപ്പബ്ലിക് പരേഡിൽ അവരെ ഉൾപ്പെടുത്തിയില്ലേ? ഇവരൊക്കെ കോൺഗ്രസ്സുകാരല്ലായിരുന്നു. ഈ വ്യാജ കോൺഗ്രസ്സുകാരാണിപ്പോൾ. ഇവരെ വ്യാജ കോൺഗ്രസ് എന്നുള്ള പേര് പോലും വ്യാജമാണ്, ഫ്രോഡാണ്, ഫോർജറിയാണ്. ഇവരർഹിക്കുന്ന പേരല്ല ഇത്. ഇതൊരു തരം അധികാരത്തിന് വേണ്ടി, പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധിയെ അടുത്തായിട്ട് ആ അമ്മച്ചിയുടെ, ഏതൊരു അമ്മയ്ക്കായാലും തൻ്റെ മകൻ പൊന്മകനാണ്, അയാളെ ഒന്ന് പ്രധാനമന്ത്രിയായിട്ട് വാഴിക്കാൻ വേണ്ടി നടക്കുന്ന ഈ രാജ്യത്തിൻ്റെ മേലേൽപ്പിക്കുന്ന മുറിവുകളാണ് ഇതൊക്കെ. അല്ല, നിരോധിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമോ? അല്ല, ചെറിയൊരു ആഗ്രഹം, അതാണ് അവർ വിചാരിക്കുന്നത്. തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ? ഇല്ലാത്ത തീരുമാനങ്ങളല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ കണ്ടില്ലേ, അവിൻ വർക്കിക്ക് പകരം വേറൊരു ജനേഷ് എന്നും പറഞ്ഞൊരാളിനെ എടുത്തു വെച്ചുണ്ടാക്കിയ കോലാഹലം. അവിൻ വർക്കി തന്നെ ചോദിച്ചില്ലേ, ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ അയോഗ്യത എന്ന് പരസ്യമായിട്ട് പത്രക്കാരോടാണ് ചോദിച്ചത്, ഹൈക്കമാൻഡിനോടല്ല. ഇതിപ്പോൾ ഒരു നാൺകറി ഇനി കോൺഗ്രസ്സിന് വരാനുണ്ട്. അവരെ കൂറോടെ ജയിപ്പിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ എല്ലാം ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമല്ലേ നടന്നു. വണ്ടൻ തീരുമാനങ്ങൾ KPCC പ്രസിഡന്റിനെ എടുത്തുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്, 2 ക്രിസ്ത്യാനികൾ വേണ്ടെന്ന്.
അപ്പം മുൻകൂട്ടി ഒന്നും തീരുമാനിക്കാതെ ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്ത തീരുമാനം. ഇവർ ഈ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ഗതി എന്തായിന്? ഒരു പാകിസ്ഥാനായിട്ട് മാറിയേനെ ഇന്ത്യ. എല്ലാ തരത്തിലും ധനപരമായിട്ടും വർഗീയമായിട്ടും ഒരു പാകിസ്ഥാനായിട്ട് മാറ്റിയേനെ ഇവർ. അതാണ് ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റായിട്ട് ഇന്ത്യയെ മാറ്റിയേനെ. ഇവിടെ ഹിന്ദുക്കൾ, പിന്നെ അവർക്ക് വേറെ അങ്ങോട്ട് വിദേശ രാജ്യത്തേക്ക് പോകണം, ഇവിടുത്തെ ഹിന്ദുക്കളുടെ മേലിട്ട് മെക്കയറാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് താവളങ്ങളും അവർക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള ഈ പിന്നെ ശാഖകളും ഒക്കെ നടത്തിക്കൊണ്ട് ഹിന്ദുക്കളെ എങ്ങനെ കൊല്ലാമെന്നുള്ളതിനെക്കുറിച്ച് പരിശീലനമൊക്കെ നടത്തുന്നു. അതിനൊക്കെ നല്ല അപ്രൂവൽ കിട്ടും. അതൊന്നും നിരോധിക്കുകയില്ല. ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് RSS എന്താണ്, RSSൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടും സുതാര്യമായിട്ടും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ലഘുലേഖകൾ ഇന്ത്യയിലെ എല്ലാ വീടുകളിലും അവരെത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എവിടെങ്കിലും ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിനെയോ ഇന്ത്യയിൽ നിന്ന് തുരത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തിൻ്റെ ദേശീയ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഘുലേഖ വിതരണം. നമ്മുടെ സുദൃഢമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുണ്ട്, അത് അതുപോലെ തുടരണം. പ്രധാനപ്പെട്ട ഒന്ന്, ജാതി ചോദിക്കരുത്, പറയരുത്. ജാതിയുടെ പേരിൽ ആരെയും മോശക്കാരായി കാണരുത്. അതുപോലെ തന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കൂട്ടായ്മകളിൽ ഏർപ്പെടണം. കുടുംബം ഭദ്രമായി സൂക്ഷിക്കണം. ജാതി വ്യത്യാസമില്ലാതെ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടണം. ഏതോ മണ്ടന്മാർ ഏതോ കാലത്ത് കാണിച്ച വലിയൊരു മഠയത്തരമാണ് ഈ ജാതി എന്നുള്ള സങ്കല്പം തന്നെ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് സവർണ ഹിന്ദുയിസം എന്നൊക്കെ പറയുന്നത്, ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരു അർത്ഥവുമില്ലാത്ത കാര്യം. ഹിന്ദുക്കളുടെ ഐക്യം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ ശക്തമായി പോകുമെന്നുള്ള പേര് കൊണ്ട് ഹിന്ദുക്കളെ ജാതീയമായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമമാണ് നക്സലൈറ്റുകൾ, മാർക്സിസ്റ്റുകൾ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ പോലും അങ്ങനെ ജാതീയമായിട്ട് വിഭജിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഇന്ത്യ വിട്ടു പോകണം, മുസ്ലിങ്ങൾ ഇവിടെ ബാക്കി നിൽക്കാൻ പാടില്ലെന്നുള്ളതാണ് അംബേദ്കർ പറഞ്ഞത്. അതുപോലെ തന്നെ സംവരണം എന്ന് പറയുന്നത് 10 വർഷം മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സംവരണവും ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഏതെങ്കിലും നിങ്ങൾ പിന്നെ കീഴാളവർഗത്തോട് ഏതെങ്കിലും ആഭിമുഖ്യം ഉണ്ടെങ്കിൽ ജഗജീവൻ റാവിനെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആക്കത്തില്ലേ? സീതാറാം കേസരിയെ സോണിയാഗാന്ധി വന്നിട്ട് അധിക്ഷേപിച്ച് അടിച്ചു പുറത്താക്കുമായിരുന്നു. ഇതെല്ലാം നിങ്ങൾ ആരോടാ ചെയ്തത്? കീഴാള ജാതിക്കാരോട് ചെയ്ത ദ്രോഹങ്ങളല്ലേ? എത്ര തവണ നമ്മൾ കണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു സ്നേഹവുമില്ല, വോട്ട് ബാങ്കിന് വേണ്ടി അവരുടെ പേരെടുത്ത് ഉച്ചരിക്കുക. അതുപോലെയുള്ള മുസ്ലിങ്ങളോടും നിങ്ങൾക്ക് സ്നേഹമില്ല. അവരെ ഇതുപോലെ പരിതോവസ്ഥയിലാക്കി മാറ്റിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കോൺഗ്രസ്സാണ്. പിന്നാക്കാവസ്ഥയിലാക്കിയത് നിങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ എത്രമാത്രം നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രിയമായ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ ഗുണമനുഭവിക്കുന്ന അവിടുത്തെ മുസ്ലിങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അതുപോലെയുള്ള പുരോഗമനപരമായ നടപടികളുടെ സന്തോഷം അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. ഇപ്പോൾ നോക്കൂ, ബീഹാർ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, പട്ടിക പുറത്തിറക്കി. മറ്റേ ഇന്ത്യ മുന്നണി തമ്മിലടി നടക്കുന്നതേ ഉള്ളൂ. CPI ML പുറത്തുപോയി. അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ അവർ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. മുന്നണി വിട്ടുപോയി, മുന്നണി പൊളിഞ്ഞൂടെ. അതേസമയം BJP മൊത്തം സീറ്റുകളിൽ അവർ മത്സരിക്കുന്ന 101 സീറ്റുകളിൽ 51 സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് കൊടുത്തിരിക്കുക. ഒരു സംവരണവും ഉണ്ടായിട്ടല്ല. സ്വമനസാലെ ഇന്ത്യയിലെ ജാതീയതയില്ലാതെ ജാതീയമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ തന്നെയല്ലേ പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് പിന്നാക്ക ജാതിക്കാർക്കുള്ള സംവരണത്തിൻ്റെ പങ്കെടുത്ത് ഞങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല, മതപരമായിട്ടത് ചെയ്യില്ല, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ. എന്നിട്ട് പാവപ്പെട്ട പിന്നോക്കക്കാരുടെ സംവരണം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ആരാ? കർണാടകത്തിൽ. അല്ലെ, ഈ കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും RSSന് ലക്ഷ്യമിടുന്നത്? ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ഒരു മതിലായി നിൽക്കുന്നത് കൊണ്ടാണോ? അത് തകർക്കാൻ വേണ്ടിയാണോ? അയ്യോ, ഒന്നുമല്ല. അവർക്കറിയാം ഇതുകൊണ്ടൊന്നും മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ തൽക്കാലം. അവരുടെ നേതാക്കളാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. അവർ പറയുന്ന പോലെയാണ് ഇപ്പോൾ സിദ്ധാരാമയ്യ അടിയൻ പറഞ്ഞിട്ട് തൊഴി കൈയോടുകൂടി ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത്.
ഡോക്യുമെന്റേയുമായിട്ട് പറയും എടാ ചെയ്യടാ ഇത് എന്ന് അല്ല പറയും. അങ്ങനെ നിരോധിച്ചെന്ന് പറഞ്ഞ കർണാടകയിൽ RSS ഇല്ലാതാകുന്നു. എവിടെ RSS കൂടുതൽ ശക്തമാകും? അങ്ങനെയാണല്ലോ. ഇവിടെ ഏറ്റവും അധികം എതിർപ്പ് വന്നപ്പോഴാണല്ലോ കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായിട്ട് മാറിയത്. ഒന്നാമത്തെ സ്ഥാനം ഉത്തർപ്രദേശ്, രണ്ടാം സ്ഥാനം കേരളമാണ്. എത്ര തലകളാണ് കൊയ്തത് CPM? ഉന്മൂലനാശനം. RSSനെ അങ്ങ് ഇല്ലാതാക്കാമെന്നല്ലേ വിചാരിച്ചത്? എന്തേ? അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ കൂടി BJP കയറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ എതിർക്കാൻ വരുന്നവരെ തകർത്തു മുന്നേറിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ RSSന്. അത് അക്രമ രാഷ്ട്രീയം കൊണ്ടും വർഗീയത വിതച്ചുമല്ല, ഭീകരവാദം വിതച്ചുമല്ല, അച്ചടക്കമുള്ള പൗരന്മാരായിട്ട് വളർന്നുകൊണ്ടാണ്. ഇതുപോലെ തന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യ ഇത്രയും മാത്രം പുരോഗതി കൈവരിച്ചത്. ലോകത്തിൽ ഏറ്റവും വികസന വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട്, സാമ്പത്തിക വളർച്ച നേടുന്ന രാഷ്ട്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം RSSൻ്റെ ശാഖകൾ അതിന് കഴിവുള്ള ആൾക്കാരെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല, നിഷേധാത്മക പ്രവർത്തനങ്ങൾക്കല്ല, പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾക്കാണ് അവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ അന്യമതക്കാരനെ കൊന്നാൽ, അവരെ കാഫറുകളെ കൊന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നല്ല അവർ പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാം ജാതി മതങ്ങളുമായിട്ട് ഇണങ്ങിപ്പോണം, അതാണ് ഇന്ത്യയുടെ സംസ്കാരമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് പുരോഗതി ഉണ്ടായിട്ടുള്ളത്. എന്ത് നിങ്ങൾ ഇത് പഠിപ്പിക്കുന്ന മദ്രസകൾ നിരോധിക്കാത്തത്? നിങ്ങളൊരു കാഫിറിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാമെന്ന് പഠിപ്പിക്കുന്ന, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മദ്രസകൾ എന്താ നിങ്ങൾ നിരോധിക്കാത്തത്? അവർക്ക് നിങ്ങൾ കൈ നിറയെ പണം കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്താ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? നിങ്ങൾ കിടന്ന കർണാടകത്തിൽ നിന്ന് ധാരാളം പേര് വരുന്നുണ്ടല്ലോ ശബരിമലയിൽ. ഈ ശബരിമലയിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ച് ഒരു അക്ഷരം നിങ്ങൾ മിണ്ടാത്തത് എന്താ? RSSനെ അങ്ങ് നിരോധിക്കുക. എന്താ നിങ്ങൾ ദേവസ്വം ബോർഡിനെ നിരോധിക്കാത്തത്? പൊതുസ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, കേരളത്തിൽ നിരോധിച്ചിരിക്കുക. അതുകൊണ്ട് RSSന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല കേരളത്തിൽ, കേട്ടോ. നിങ്ങൾ ചുമ്മാ മണ്ടത്തരങ്ങൾ വീണ്ടും സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നാശമെടുത്തു, വിനാശകാലേ വിപരീത ബുദ്ധി. ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.